നമസ്തേ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. നാട്ടിലല്ല കേട്ടോ, വേറൊരു സ്ഥലത്തെത്തിപ്പെട്ടു. ഇപ്പോഴത് ദുബായിലാണ്. ഇവിടുത്തെ വിശേഷം, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്നുള്ളത് ഞാൻ നാട്ടിലെത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ, ഫാമിലിയുടെ കൂടെ. പിന്നെ കൂടുതലൊന്നും എനിക്ക് വീഡിയോസിൽ വരാൻ പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ഷോർട്ട് ഇടായിരുന്നു, പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ പോണു. കുറേ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ, ഇവിടെ എന്ത് ചെയ്യണു, ഏത് ചെയ്യണു, എങ്ങനെയാണ് അവിടെ എത്തിയതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് പറയണതല്ലേ എൻ്റെ ഒരു ഇത്, അത് ഞാൻ പറഞ്ഞിരിക്കും നാട്ടിൽ ചെല്ലുമ്പോൾ. പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ. ഓ ഷടാ, ഫോട്ടോസിൻ്റെ മേളാണല്ലോ. കുറച്ച് നേരം സംസാരിക്കുക, എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞില്ല, പറയാം ഒക്കെ ഇതായിട്ട്. എന്താ പറയുക. പിന്നെ ലൈവിൽ വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരും. ഇനിയത്തെ ലൈവ് ഫാമിലി ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുന്ന് ഇടാമെന്ന് ഞാൻ നോക്കിയിരുന്നു, പിന്നെ വിചാരിച്ച് വേണ്ട. ലൈവിലിങ്ങനെ 1 by 1 ആയിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു പോകത്തില്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നാട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യവും പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ലൈവിൽ വരാത്തത്. ഇവിടെ വന്നേരെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതിൽ പോകുന്നുണ്ട്. എൻ്റെ ക്ലാസ്സും ഒക്കെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, തെറ്റില്ലാതെ ഇവിടെ ജീവിച്ചു പോണു. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. പറയും, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്കത് കൂടുതലിഷ്ടം ഫാമിലിയുടെ കൂടെ ഒന്നിച്ചിരുന്ന് അവരും കേൾക്കട്ടെ, നിങ്ങളടുത്ത് പങ്കിടുന്നതാണ് ഏറ്റവും ഇഷ്ടം. കുറച്ച് മാസം പിടിക്കും, എന്നാലും വേണ്ടില്ല, ഒന്നിച്ചിട്ട് സംസാരിക്കാമല്ലോ, അതല്ലേ ഒരു സുഖം. പിന്നെ എൻ്റെ ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ തറവാട്ടിലാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അന്നപ്പം അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവർ സേഫാണ്. ഞാൻ പിന്നെ ഇങ്ങോട്ട് കയറിപ്പോന്നു. ഇന്ന് പിന്നെ ഇത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഇതേമാതിരി വീഡിയോസിൽ വരാട്ടോ, വീഡിയോ ഇടാൻ വരുന്നുണ്ട്. ഇതന്നെ എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഈ മുഖം മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഷോർട്ടിൽ ഇങ്ങനെ വരണമെന്നുള്ളൂ. അപ്പം കാണാം. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടില്ല, ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.